ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിന് കുറച്ച് സൊല്യൂഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജസും കമൻസും ഒക്കെ വരുന്നത് ബ്രഷ് പെട്ടെന്ന് കേടായി പോകുന്നു, ബ്രഷ് ലാസ്റ്റ് ചെയ്യുന്നില്ല, എത്ര റിനോൺ ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ ബ്രഷ് വാങ്ങിയാലും അത് കുറച്ച് കഴിയുമ്പോൾ കേടായി പോകുന്നു, റിസൾട്ട്സ് ഒക്കെ കേടായി, അത് വെച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. സോ നമ്മുടെ പെയിൻറ്റിങ്സ് നല്ലതാവാത്തതിൻ്റെ ഒരു റീസൺ ബ്രഷ് നല്ലതല്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട്. കേൾക്കുമ്പോൾ ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ബ്രഷസ് ലാസ്റ്റ് ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ കുറേ പേർക്കൊന്നും ഇഷ്ടാവില്ല. പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. ബ്രഷസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ വളരെ ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ബ്രഷ് വളരെ ചീപ്പായിട്ട് നിങ്ങൾ അത്ര റിനോൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡല്ല, നല്ല ബ്രിസിൽസ് അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അത്രയും ഔട്ട്കം മാത്രമേ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ലാതെ അത്യാവശ്യം റിനോൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ബ്രഷ് വാങ്ങിയിട്ടും അത് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ കാശ് കൊടുത്ത് ബ്രഷൊക്കെ വാങ്ങി പക്ഷെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അധികം നാൾ ലാസ്റ്റ് ചെയ്യും. ബ്രഷസ് പെട്ടെന്ന് കേടായി പോകുന്നതിൻ്റെ ഒരു റീസൺ, ഒരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രഷ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയുണ്ട്. കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് ബ്രഷസിൻ്റെ കാര്യം വരുമ്പോൾ. അത് അറിയാത്തതുകൊണ്ടാവാം പലരും അത് ചെയ്യാത്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ബ്രഷസ് മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് കുറച്ച് പേർക്കെങ്കിലും, ഈ ബ്രഷസിൻ്റെ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങുന്ന തുടക്കക്കാരായ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ബ്രഷസ് ലാസ്റ്റ് ചെയ്യിക്കാനും പറ്റും. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് ചെയ്യാതിരിക്കാനും പറ്റും. സോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രഷസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടിട്ട് വരാം. അക്രിലിക് പെയിൻറ്റ് എന്നത് വാട്ടർ പ്രൂഫാണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രഷസിൽ ഒരിക്കലും പെയിൻറ്റ് ഡ്രൈ ആയി ഇരിക്കാൻ, ഉണങ്ങിപ്പോവാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പിന് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക. ആ ഷേപ്പിനനുസരിച്ച് അതിൻ്റെ പേർപ്പസ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മീഡിയയ്ക്ക് വേണ്ടി ഡിഫറെൻറ്റ് ബ്രഷസ് വെക്കുക. പിന്നെ നമ്മൾ വാർണിഷോ ഫെവിക്കോളോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു സെറ്റ് ഓഫ് ബ്രഷസ് മാറ്റി വെക്കുക. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷസ് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കാതിരിക്കുക. ഒരുപാട് പേർക്കുള്ള ഒരു ബാഡ് പ്രാക്ടീസാണ് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷസ് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാതെ അത് വാട്ടറിൽ തന്നെ ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. നിങ്ങളങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണത്. എപ്പോഴും പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ക്ലീനിങ് റുട്ടീൻ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരിക്കലും വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് ബ്രഷസ് സ്റ്റോർ ചെയ്യാൻ പാടില്ല. ബ്രഷ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അത് എടുത്ത് വെക്കാതെ അത് പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യുക ഒരു നാപ്കിൻ യൂസ് ചെയ്ത്. അതിനുശേഷം അത് ഹൊറിസോണ്ടലി ഈ കാണിച്ചിരിക്കുന്ന പോലെ കുറച്ച് നേരം വെച്ച് ഡ്രൈ ആയതിനു ശേഷം മാത്രം എടുത്ത് സ്റ്റോർ ചെയ്യുക. ബ്രഷ് സ്റ്റോർ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ബ്രിസിൽസ് ഡൗൺ ആയിട്ട് ബ്രഷ് വെക്കാതിരിക്കുക. അങ്ങനെ വെച്ചാൽ ബ്രിസിൽസ് ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ബ്രഷ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ബ്രിസിൽസ് അപ്വേർഡ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. ബ്രഷ് ക്ലീനിങ് റുട്ടീൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആൻഡ് സോപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളത്. പെയിൻറ്റ് അപ്ലൈഡ് ആയിട്ടുള്ള ബ്രഷ് ആദ്യം തന്നെ ക്ലീൻ വാട്ടറിൽ ഒന്ന് റിൻസ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ക്ലീനിങ് ചെയ്തെടുക്കുക. ക്ലീനിങ് ചെയ്യുന്ന സമയത്തും ബ്രിസിൽസ് ജെന്റ്ലി ഹാൻഡിൽ ചെയ്യുക. ഇങ്ങനെ മാത്രം ക്ലീൻ ചെയ്താൽ പോരാ, കാരണം ബ്രിസിൽസിന് ഇടയിലും പെയിൻറ്റ് ഉണ്ടാവും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡിൽ ഒന്ന് ലാത്തർ ചെയ്തെടുക്കുക. ഇങ്ങനെ ലാത്തർ ചെയ്യുന്ന സമയത്ത് ആ മെറ്റാലിക് ബാൻഡിൻ്റെ അവിടെയും പെയിൻറ്റ് അപ്ലൈഡ് ആയിരിക്കും. സോ അവിടെ പെയിൻറ്റ് ഇരുന്നാലും ബ്രിസിൽസ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അവിടെയെല്ലാം നന്നായി ലാത്തർ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുക. അങ്ങനെ ലാത്തർ ചെയ്ത് പെയിൻറ്റൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ക്ലീൻ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഡിഷ് വാഷിംഗ് ലിക്വിഡ് റിമൂവ് ആയതിനു ശേഷം നമുക്ക് ക്ലീൻ വാട്ടറിൽ ഫൈനലായിട്ട് ബ്രഷ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രഷ് കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രിസിൽസിലും പെയിൻറ്റ് ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ മെറ്റാലിക് ബാൻഡിലും പെയിൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ഒരു നാപ്കിൻ ഉപയോഗിച്ച് ഡ്രൈ ചെയ്തതിന് ശേഷം ഹൊറിസോണ്ടലി ആദ്യം സ്റ്റോർ ചെയ്യുക. കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം മാത്രം വെർട്ടിക്കലി ബ്രിസിൽസ് അപ്വേർഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാം.
ബ്രഷ് വാങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നോ അതിൻ്റെ ബ്രിസിൽസ് അതേപോലെ തന്നെ അതേ ഷേപ്പ് റീറ്റെയിൻ ചെയ്യാനുള്ള ടിപ്പാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. നോർമൽ ബാർ സോപ്പ് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹാൻഡ് വാഷ് ആണ്. സോ നോർമൽ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ബ്രിസിൽസ് ഞാൻ ആദ്യം കാണിച്ച ഫുൾ ക്ലീനിങ് റുട്ടീൻ കഴിഞ്ഞതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് ബ്രിസിൽസ് പഴയ രൂപത്തിലേക്ക് ആക്കി വെക്കുക. ഒരല്പനേരം വെച്ചതിന് ശേഷം അത് ക്ലീൻ ചെയ്തെടുക്കുക. നോർമൽ വാട്ടർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് സ്റ്റോർ ചെയ്യാം. ക്ലീനിങ്ങിന് വേണ്ടി പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ടർപ്പൻറ്റൈൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രഷ് ക്ലീനേഴ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ ബ്രഷ് ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തും നിങ്ങൾക്ക് ബ്രഷസ് ക്ലീൻ ചെയ്യാം. ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്രഷസ് ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഡെറ്റോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുക ആദ്യം. അത് അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഡെറ്റോളാണ്. അതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ബ്രഷ് ഇമ്മേഴ്സ് ചെയ്യുക. ബ്രഷിലത്തെ പെയിൻറ്റ് നന്നായി റിമൂവ് ആവുന്ന വരെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ബ്രഷ് ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. കംപ്ലീറ്റ്ലി പെയിൻറ്റൊക്കെ ഇരുന്ന് ഉണങ്ങിപ്പോയി, നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന ബ്രഷസാണ് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുക. ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആൻഡ് എഫേർട്ട് ഉള്ള ഒരു ക്ലീനിങ് മെത്തേഡാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരു കണ്ടിന്യൂസ്ലി ഹാഫ് ആൻ അവർ എങ്കിലും ഇതേപോലെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ബ്രഷസ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിലത്തെ ഡെറ്റോളിൻ്റെ കളർ ചേഞ്ച് ആവും കുറച്ച് കഴിയുമ്പോൾ. കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആ ഡെറ്റോൾ കളഞ്ഞിട്ട് പുതിയ ഡെറ്റോൾ ഇതേപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ റീഫിൽ ചെയ്ത് വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു 30 to 45 minutes ഒക്കെ കണ്ടിന്യൂസ് നിന്ന് ചെയ്താൽ നിങ്ങളുടെ ബ്രഷസിൻ്റെ ബ്രിസിൽസിലത്തെ പെയിൻറ്റ് കുറച്ചൊക്കെ ഇളകിപ്പോരും. ഈ ഒരു സ്റ്റേജിലേക്കൊന്നും ആരും ബ്രഷസ് എത്തിക്കാതിരിക്കുക. ഞാൻ ഇതിന് മുൻപ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ബ്രഷ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക, ആ ബ്രിസിൽസിനെ കെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബ്രഷസ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്ന ബ്രഷസ് ഒരു 2 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷസാണ്. ഒരു കുഴപ്പമില്ല, അതിൻ്റെ ബ്രിസിൽസിനൊന്നും ഇതുവരെ ഒരു രീതിയിലുള്ള ഡാമേജും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ബ്രഷസ് ഇപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്നത്. സോ നിങ്ങളും ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രഷസും ഒരിക്കലും കേടാവാതെ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അറിയാത്ത എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്സ് നിങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇന്ന് തൊട്ട് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ബ്രഷസിന് ഹാർംഫുൾ ആയ രീതിയിലുള്ള നിങ്ങളുടെ പ്രാക്ടീസസ് അത് അവോയ്ഡ് ചെയ്യുക. ഈ വീഡിയോ മറ്റാർക്കെങ്കിലും കൂടി യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ബേസിക്സ് ഓഫ് അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ സീരീസിലെ വീഡിയോസ് കഴിഞ്ഞിട്ടില്ല, ഒരു വീഡിയോ കൂടി ഉണ്ട്. സോ ആ വീഡിയോ കൂടി എല്ലാവരും കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്സ് ആൻഡ് കമൻറ്റ്സ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ലിമിറ്റഡ് നോളേജ് വെച്ച് എനിക്കറിയാവുന്ന പോലെ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.